ഈ ആധുനിക കാലഘട്ടത്തിൽ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ആയുർവേദത്തിന്റെ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് തൃശ്ശൂരിലെ വൈദ്യരത്നം ആയുർവേദ മ്യൂസിയം. വൈവിധ്യമാർന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധിയായി ആയുർവേദ ചികിത്സാ രീതികൾ തുടരുമ്പോൾ അതിന്റെ ഉത്ഭവം മുതലുള്ള നാൾവഴികൾ ഓരോന്നായി നമുക്ക് പരിചയപ്പെടുത്തുന്നതാണ് തൈക്കാട്ടുശ്ശേരിയിലെ ഈ ആയുർവേദ മ്യൂസിയം. പാരമ്പര്യമേറെയുള്ള ആയുർവേദ ചികിത്സാ രീതികളെ അടുത്തറിയുവാൻ, ആയുർവേദത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ തൃശ്ശൂരിലൊരു ആയുർവേദ മ്യൂസിയമുണ്ട്. തൃശ്ശൂർ തൈക്കാട്ടുശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർവേദ മ്യൂസിയത്തിന്റെ കാഴ്ചകളിലേക്കാണ് ഇനി നാം പോകുന്നത്. ആയുർവേദത്തിന്റെ പൈതൃകവും പാരമ്പര്യവും പരിപൂർണമായി മനസ്സിലാക്കാനാകുന്ന തരത്തിലാണ് ഈ ആയുർവേദ മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത്. മ്യൂസിയത്തിന്റെ പരിസരമാകെയും ഹരിതശോഭയാണ്. ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മെ സ്വീകരിക്കുക അവിടെയുള്ള നക്ഷത്രവനമാണ്. ഔഷധ ചെടികളാൽ സമൃദ്ധമാണ് നക്ഷത്രവനം. ഔഷധ വിജ്ഞാനത്തിന്റെ ദേവതയായ ധന്വന്തരിയുടെ ശില്പവും തുളസിത്തറയും ഇവിടെയുണ്ട്. വേദകാലഘട്ടത്തിലെ ആയുർവേദത്തിന്റെ ഉത്പത്തി മുതൽ സംഹിതകാലം, സംഗ്രഹകാലം തുടങ്ങി ശാസ്ത്ര സാങ്കേതിക വിദ്യ സ്വാധീനം ചെലുത്തിയ ആധുനിക കാലഘട്ടം വരെയുള്ള ചരിത്രം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ചരകന്റെയും സുശ്രുതന്റെയും വാഗ്ഭടന്റെയും ജീവകന്റെയും തുടങ്ങി എല്ലാ ആചാര്യന്മാരുടെയും രൂപങ്ങൾ ഈ മ്യൂസിയത്തിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. ശല്യചികിത്സ, ബാലചികിത്സ തുടങ്ങി വിവിധ ചികിത്സാ രീതികളെക്കുറിച്ച് ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആര്യന്മാരുടെ കാലഘട്ടവും ഭാരതീയ സംസ്കാരവും വൈദേശികരുടെ കടന്നുവരവുമൊക്കെ ഇവിടെ നമുക്ക് കാണാം. വേദങ്ങളും യാഗങ്ങളും ഗുരുകുലവും രസശാലകളുമൊക്കെ അടുത്തറിയുന്ന അനുഭൂതിയാണ്. പരശുരാമൻ അഷ്ടവൈദ്യ കുടുംബങ്ങളെ കേരളത്തിലേക്ക് അയച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ് കേരളത്തിൽ ആയുർവേദത്തിന്റെ വരവ്. അഷ്ടവൈദ്യ കുടുംബങ്ങളിൽ പ്രധാനിയായിരുന്നു ഇളയടത്ത് തൈക്കാട്ടുമൂസ്. വൈദ്യരത്നം എന്ന പേരിൽ ആയുർവേദ ചികിത്സയിലും പഠനത്തിലും മുന്നേറിയ ഓരോ കാലഘട്ടത്തെയും ചിത്രങ്ങൾ ചേർത്തുള്ള ഒരു ചിത്രശാലയും മ്യൂസിയത്തിലുണ്ട്. ET നാരായണൻ മ്യൂസിയനടക്കം ലഭിച്ച ബഹുമതികൾ ചിത്രങ്ങളിലൂടെ കാണാം. വിവിധ മേഖലകളിലുള്ള നിരവധി പ്രമുഖരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. മരുന്നുകളുടെ ശേഖരത്തെയും പുരാതന ഗ്രന്ഥങ്ങളെക്കുറിച്ചുമൊക്കെ അറിയുവാനായി ഓരോ മുറികൾ ക്രമീകരിച്ചിട്ടുണ്ട്. അഷ്ടവൈദ്യൻ ET നീലകണ്ഠൻ മൂസിന്റെ ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ചായിരുന്നു മ്യൂസിയത്തിന് തുടക്കം കുറിക്കുന്നത്. 2013 മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് ഈ ആയുർവേദ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്. വൈദ്യരത്നം ഗ്രൂപ്പിന്റെ സ്ഥാപകനായ നീലകണ്ഠൻ മൂസിന്റെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഒരു ഗംഭീരമായ ആഘോഷങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് 2005 നമ്മൾ വൈദ്യരത്നം ആയുർവേദ മ്യൂസിയത്തിൻ്റെ ഒരു തുടക്കം കുറിച്ചത്. അതായത് ഇതിങ്ങനെ മ്യൂസിയം ആക്കുന്നതിന് തുടക്കം കുറിച്ചത്. പിന്നീട് 2013 ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ ഇത് ഉദ്ഘാടനം ചെയ്യുകയും ഇപ്പോൾ നമ്മൾ 10 വർഷമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു മ്യൂസിയം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ഒരുപാട് കുട്ടികൾ നമുക്കിവിടെ ആയുർവേദ മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ആയുർവേദത്തെ സംബന്ധിച്ച് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയാണ് ഇങ്ങനെ ഒരു മ്യൂസിയം പണിയേണ്ടത്. കാവും ദശപുഷ്പങ്ങളും അപൂർവ ഇനം സസ്യങ്ങളും ഇവിടെ സംരക്ഷിച്ചു പോരുന്നു. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചരിത്രം പരിചയപ്പെടുത്താൻ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുള്ള തിയേറ്റർ, 3D ഗാലറി, ലൈബ്രറി, ഹെർബൽ ഗാർഡൻ, ബുദ്ധശില്പം, സരസ്വതി മണ്ഡപം തുടങ്ങി നിരവധിയുണ്ട് കാണാൻ. ഒപ്പം ആദ്യ കാലഘട്ടങ്ങളിൽ മരുന്ന് നിർമ്മിച്ചു തുടങ്ങിയ ആചാര്യഗൃഹവും കാണാം. അവിടെ ET നീലകണ്ഠൻ മൂസിന്റെ സ്മരണാർത്ഥം അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും സൂക്ഷിച്ചു പോരുന്നു. നീലകണ്ഠൻ മൂസിൻ്റെ ഒരു സ്മരണാർത്ഥം നമ്മൾ നിലനിർത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ചില വസ്തുക്കൾ, പിന്നെ നമ്മൾ രസശാല എന്ന് ആയുർവേദത്തിലൊക്കെ പറയും, മരുന്നുകൾ ഉണ്ടാക്കുന്ന സ്ഥലം, ഇതൊക്കെ നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതോടെ ഒരു 4 ഒരു കേരളീയ എന്താ പറയുക, നമ്മുടെ ആ ഒരു വാസ്തു സങ്കല്പത്തിൽ വരുന്ന കേരളീയ ഒരു 4 കൂടിയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. മ്യൂസിയം ഇനിയും വിപുലീകരിക്കാനുള്ള പദ്ധതികൾ വൈദ്യരത്നം ആസൂത്രണം ചെയ്യുന്നുണ്ട്. കൂടുതലും വിദേശികളടക്കം നിരവധി പേരാണ് ഈ മ്യൂസിയം കാണാനും ആയുർവേദത്തെക്കുറിച്ച് അറിയുവാനും ഇവിടേക്ക് എത്തുന്നത്. ആയുർവേദ മരുന്നുകളുടെ ഗന്ധമുള്ള അന്തരീക്ഷം കൂടെയാകുമ്പോൾ ഇവിടെ എത്തുന്നവർ ആ ചരിത്രത്താളുകളിലേക്ക് കൂടുതൽ ആഴത്തിൽ അലിഞ്ഞുചേരും.
ശരകനും സുശ്രുതനും വാഗ്ഭടനുമൊക്കെ ആയുർവേദ ചരിത്രത്തിന്റെ ഭാഗമായി ഇവിടെയുണ്ട്. ഘട്ടം ഘട്ടമായുള്ള ആയുർവേദ ചികിത്സാ രീതികളുടെ മാറ്റങ്ങളും കണ്ടറിയാം. പുതുതലമുറയ്ക്ക് അറിവിന്റെ സ്രോതസ്സാക്കി മാറ്റാവുന്നതാണ് ഈ ആയുർവേദ മ്യൂസിയം. VM അനുകൃഷ്ണയ്ക്കും പ്രണവ് പ്രസാദിനുമൊപ്പം M മനോജ്, ജനം, തൃശൂർ.